നമസ്കാരം. ഒരു വർക്ക്ഷീറ്റ് എല്ലാവർക്കും തന്നിരുന്നു. ഏരിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനായിരുന്നു നമ്മൾ വർക്ക്ഷീറ്റ് തന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റ്വീൻ ടു പാരലൈൻസ്, all triangles with the same base and third vertex is on the parallel line, we have a same area എന്നുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റ് തന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത്തരം ഒരു പ്രതിസന്ധിയിലും ഒത്തിരി പേർ വളരെ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായും ക്ലാസ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറേ പേര് കുറച്ചും കൂടി നന്നാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാ ദിവസവും പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരാണ് ട്രയാങ്കിൾ ഡിവിഷൻ. ട്രയാങ്കിൾ ഡിവിഷൻ. ഓക്കെ, യു ഫസ്റ്റ് ഡ്രോ എ ലൈൻ എ ബി 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാം. ദെൻ യു ഹാവ് ടു കൺസ്ട്രക്ട് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക? കോമ്പസ് എടുക്കണോ, നമ്മൾ പകുതിയിലധികം എടുക്കണോ, പഠിച്ചില്ലേ? അതിനെല്ലാം ആർക്ക് വരയ്ക്കണോ, അതുപോലെ ബിയിൽ നമ്മൾ എടുക്കണോ, ആർക്ക് വരയ്ക്കണോ. ക്ലിയർ? സോ ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വി ഹാവ് ഡ്രോൺ എ ലൈൻ എ ബി 6 സെന്റിമീറ്റർ. ദെൻ ഡ്രോൺ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. See, since it is a perpendicular bisector, see PT, since PT is a perpendicular bisector, can you say what is AP and PB? AP and PB, this 3 centimeter. Clear? Okay, now let's take 4 centimeter here. Here you have to take 4 centimeter. 4 centimeter എടുക്കാം നമുക്ക് കേട്ടോ. 4 centimeter. PS 4 centimeter. Clear? Now make it as triangle. ഒരു ട്രയാങ്കിൾ ആക്കുക. വരച്ചോളൂ. ട്രയാങ്കിൾ. Okay, so you got a triangle ABS. Can you say which type of triangle is this? You have to measure its sides and identify the type of triangle. Say this AS and SB will be same. So what type of triangle it is? That is an isosceles triangle. Clear? Moreover, since it is an perpendicular bisector, here 90 degree, here also 90 degree. Clear? So you got two right angle triangles. That is area of triangle APS. Area of triangle APS. What is the formula? Half into B into H. See, APS, that is half into base 3 centimeter, H altitude, that is 4 centimeter. Get cancelled. 6 centimeter square. Do it. Okay, area of PBS. PBS is the triangle area. What's the formula? Half into base into altitude. So half into 3 into 4. ചെറിയ ട്രയാങ്കിൾ എടുക്കണം കേട്ടോ. Half into 3 into 4 equal to 6 centimeter square. So what did you get here? The area of these two small triangles. Are equal. Can you say how it is possible? Area of these two triangles are equal. How? Because here PS or PT is the perpendicular bisector. So probably P is the midpoint of AB, isn't it? P is the midpoint. So since it is a midpoint,
these two parts are equal, so their areas are also equal. Areas are also equal. So very important point. This point, if this point is at mid center of these two lines, it divides the triangle ABS into two equal triangles. Two equal triangles. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രയാങ്കിളില് നമ്മൾ ഇതിന്റെ തേർഡ് വെർട്ടെക്സിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് വിചാരിച്ചോളൂ. പെർപെൻഡിക്കുലർ ആണ് ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. അത് ഇവിടെ മിഡ് പോയിന്റിലാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മിഡ് പോയിന്റിൽ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിനെ ഒരു ലൈൻ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിഡ് പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ കണ്ടോ ഒരു ട്രയാങ്കിളിനെ ഒരു ലൈൻ ഡിവൈഡ് ഉണ്ടെങ്കിൽ ഈ രണ്ട് പോർഷന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ? ഓക്കെ. അങ്ങനെ ഇത് ഏരിയ ഇവിടെ സെയിം ആവുമ്പോ നിങ്ങൾ നോക്കിയോളൂ, ഈ എ പിയും പി ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? 3 3. അതെന്തുകൊണ്ട് വരാൻ കാരണം? പി മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. ഇതും എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. ക്ലിയർ? ഓക്കെ. ഓക്കെ. സോ ഏരിയ ഓഫ് എ പി എസ് നമുക്ക് എത്ര കിട്ടിയത്? 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എത്ര കിട്ടി? 6 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? നൗ ഏരിയ ഓഫ് triangle APS is to area of triangle PBS. Ratio of the areas of these two triangles. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ APS എത്ര കിട്ടി നമുക്ക്? 6 is to area of triangle PBS എത്ര കിട്ടിയത്? 6. So area of triangle APS is to area of triangle PBS. 6 is to 6. So last year you have studied how to simplify this. 6 is to 6 means what? 1 is to 1, which means that the areas of these two triangles are equal. That is 1 is to 1. എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഈ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്യണം. അവരുടെ റേഷ്യോ എന്താണ്? സെയിം ആണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഏരിയ ട്രയാങ്കിൾ APS is to ഏരിയ ട്രയാങ്കിൾ PBS 6 is to 6. That is 1 is to 1. അപ്പൊ നമ്മള് ഇതിനെ വേറെ ഇതിൽ ചിന്തിക്കുമ്പോ നമ്മളിപ്പോ എന്തായത്? നമ്മൾ ആദ്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒക്കെ വരച്ചു. ഇനി ഇതിനെ നമ്മൾ തിരിച്ചൊന്ന് പറയാൻ നോക്കുകയാണ്. ഈ ട്രയാങ്കിളിന്റെ S എന്ന് പറഞ്ഞ വെർട്ടക്സിൽ നിന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോ ഈ S എന്ന വെർട്ടക്സിന് പെർപെൻഡിക്കുലർ കടന്നുപോയത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമ്മളിവിടെ AP is to PB എന്ന് പറയുന്നത് അതായത് 3 1. അപ്പൊ നമുക്കിവിടെ ഇതിന്റെ അടുത്ത നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ APS is to ഏരിയ ഓഫ് ട്രയാങ്കിൾ PBS 6 to 6. That is 1 is to 1 കിട്ടി. നമ്മള് ഈ P എന്നുള്ള പോയിന്റ് AB നെ ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാണ്? AP is to PB. അതൊന്ന് എഴുതാം. സോ AP is to PB എന്ന് പറഞ്ഞാൽ ഈ സൈഡിലെ രണ്ട് ട്രയാങ്കിളിന്റെയും നമ്മള് ഇതിന്റെ ബേസുകൾ എടുത്തു. AP is to PB എടുത്തു. നമുക്ക് എത്ര കിട്ടിയ? 3 is to 3 ഈക്വൽ എത്രയാണ്? 1 is to 1. So earlier we got the area of triangle APS is to area of triangle PBS 6 is to 6. That is 1 is to 1. Here we took its base. That is AP is to PB equal to 3 is to 3. That is 1 is to 1. Clear? Okay. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്ത പ്രൊസീജിയർ നമുക്ക് ഓർമ്മയുണ്ട്. വേറൊരെണ്ണം ചെയ്യാം. ഡ്രോ എ ലൈൻ AB. സ്റ്റെപ്സ് കണ്ടാ. ഡ്രോ എ ലൈൻ AB എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. ഇവിടെ നമ്മള് വി ആർ നോട്ട് ഗോയിങ് ടു ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നിങ്ങള് ഇവിടുന്ന് 2 സെന്റിമീറ്ററില് യു ടേക്ക് എ പോയിന്റ് P. എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഈ P എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്യണ പെർപെൻഡിക്കുലർ വരയ്ക്കണം. P എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യണ പെർപെൻഡിക്കുലർ. ടു ഡ്രോ എ പെർപെൻഡിക്കുലർ പാസിംഗ് ത്രൂ P that you have studied in the last year. So കോമ്പസ് കൊടുക്കുക, ആർക്ക് ഇട്ടു, then again കോമ്പസ് കൊടുക്കുക, നമ്മൾ ആർക്ക് വരയ്ക്കുന്നു, ഇവിടുന്ന് ആർക്ക് വരയ്ക്കുന്നു, ജോയിൻ, ആൻഡ്
take 4 centimeter here. Take 4 centimeter. 4 centimeter. Okay. Then join AS and SB. It becomes a triangle. You draw that figure. Draw that figure. Okay. Then area of triangle APS. Find out area of triangle APS. That is half into base. APS in the base is 2. Altitude 304. Half into 2 into 4. That is 4 centimeter square. In the area of triangle PBS. Half into base is 304. Altitude 304. So in 4, 2 times. That is 2 into 4. 8 centimeter square. That is 4 centimeter here. 8 centimeter square here. Clear? Okay. Now, area of triangle APS is to area of triangle PBS. That is area of triangle APS 4:8. 4:8. What is 4:8? 1:2. Therefore, area of triangle APS is to area of triangle PBS 1:2. Clear? See, ഇവിടെ എന്തുണ്ടായത്? ഇവിടെ നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ABS ആയിട്ട് എടുക്കാന്ന് വിചാരിക്കാം. ABS എന്നുള്ള SC എന്നുള്ള വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഇവിടെ. ആ പെർപെൻഡിക്കുലർ ഇതിനെ 2, 4 എന്നുള്ള ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ബേസിന്റെ റേഷ്യോ നമുക്ക് എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് AP is to PB. AP is to PB കണ്ടുപിടിച്ച് നോക്കാം. AP is to PB. AP is to PB what? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 2:4. What? 1:2. AP is to PB is equal to 1:2. Area of triangle APS, area of triangle PBS, that is 1:2. ഇവിടെ രണ്ടിന്റെ ഏരിയ തുല്യമാണോ? അല്ല. എന്തുകൊണ്ടാണ് തുല്യമാവാനത് എന്തുകൊണ്ടാ? നേരത്തെ പി എന്നുള്ള പോയിന്റ് എവിടെയായിരുന്നു? മിഡ് പോയിന്റ് ആയിരുന്നു. മിഡ് പോയിന്റ് ആയിരുന്നപ്പോ ദാറ്റ് പോയിന്റ് ഡിവൈഡ്സ് ദ ട്രയാങ്കിൾ ഇൻ 1:1 ഫോം. ദാറ്റ് ഈസ് their areas are equal. ഇവിടെ പി മിഡ് പോയിന്റ് ആണോ? അല്ല. സോ their area of APS is to area of PBS equal to 4:8. That is 1:2. And their bases AP is to PB സമം 2:4. 1:2. Got it? Okay. ഓക്കെ. അപ്പൊ നമ്മൾ 2 ചിത്രങ്ങൾ ചെയ്തതിന്റെ ഐഡിയ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും. നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ആദ്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പിന്നെ 2 സെന്റിമീറ്റർ പോയിന്റിൽ എടുത്തു. ഇനി നമ്മൾ 2 കൂടി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ ക്രോഡീകരിക്കാൻ പറ്റും. ആ ക്രോഡീകരിച്ചിട്ട് എന്നെ വരച്ച് എനിക്ക് അയച്ചു തരണം. ക്ലിയർ? എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് പ്രോബ്ലം. നിങ്ങൾ ആദ്യം AB വരയ്ക്കണം. AB എത്ര സെന്റിമീറ്റർ? 9 സെന്റിമീറ്റർ കേട്ടോ. 9 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടുന്ന് 4 സെന്റിമീറ്ററിൽ പി എന്നുള്ള പോയിന്റ് എടുക്കുക. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് എത്രയായിരിക്കും? 5. പിന്നെ എന്ത് ചെയ്യണം? പിയിൽ കൂടെ എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ വരയ്ക്കണം. പി എടുക്കുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് എത്രയാണ്? 6 സെന്റിമീറ്റർ എടുക്കുക അവിടെ. എന്നിട്ട് അതെന്താക്കുക? ജോയിൻ S. എല്ലാവരും ഒരേ പേര് കൊടുത്താൽ കേട്ടോ. So you got two triangles APS and PBS. Find its area. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാ സ്റ്റെപ്സും എഴുതുക. ഓക്കെ. അത് തന്നെ അടുത്തത് 7 സെന്റിമീറ്ററിൽ AB വരയ്ക്കുക. 7 സെന്റിമീറ്ററിൽ AB വരയ്ക്കുക. ക്ലിയർ? എന്നിട്ട് ഇവിടുന്ന് 2 സെന്റിമീറ്ററിൽ പി എന്നുള്ള പോയിന്റ് എടുക്കാം. ഇവിടുന്ന് 5 സെന്റിമീറ്റർ. Now draw the perpendicular through P. നേരത്തെ വരച്ചതുപോലെ തന്നെ കേട്ടോ. പി കൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ 4 സെന്റിമീറ്റർ ആക്കുക. Then join A. Clear? Then find its area APS and PPS. നമ്മൾ നേരത്തെ എന്തൊക്കെ സ്റ്റെപ്സ് എഴുതിയോ ആ സ്റ്റെപ്സ് കൂടെ കടന്നു പോവാം. ക്ലിയർ? എന്നിട്ട് കിട്ടിയ എല്ലാ റിസൾട്ടുകളെയും ഒന്ന് ക്രോഡീകരിക്കുക. 4 ചെയ്തു നമ്മൾ. ആ 4 ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി എഴുതി ഏരിയാസിന്റെ ഒരു റേഷ്യോ എഴുതുക. പിന്നെ ഇതിന്റെ റേഷ്യോ എഴുതണം. ഈ ബേസിന്റെ റേഷ്യോ എഴുതുക. ക്ലിയർ? എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് എനിക്ക് അയച്ചു തരാം. ഓക്കെ. താങ്ക് യു.